മോനുകുട്ടൻ ട്യൂഷന് കൊണ്ടുപോയി. ട്യൂഷനുള്ള ബുക്ക് വെച്ചിട്ട് ട്യൂഷനുള്ള ബുക്ക് എടുത്തിട്ട് ബാക്കി വീട്ടിൽ വെച്ചിട്ട് പോകും കേട്ടോ. അത് എടുത്തോണ്ട് വന്നതാണ്. മൂത്ത് വിളിക്കാൻ പോയി വന്നു. അപ്പം പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാ ബോസോ? അതാ ചേച്ചി എടുത്തോണ്ട് വരും. എടുത്തോണ്ട് വന്നു. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ലക്ഷ്മി ചേച്ചി നമുക്ക് ചമ്മന്തിപ്പൊടിയല്ല കണ്ണിമാങ്ങ അച്ചാറും മുറുക്കും അതൊക്കെ തന്നു വിട്ടാൽ ഇത് മുത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതാണ് ആ പാവം. പിന്നെ അതുപോലെ തന്നെ നമ്മള് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം പരിചയപ്പെട്ടതാണ് പ്രസന്ന ചേച്ചിയെ. ചേച്ചി അടൂരാണ്. ചേച്ചി ഞാൻ ഇടയ്ക്ക് ചേച്ചി വന്ന് നമുക്ക് സമ്മാനങ്ങളൊക്കെ തന്നിട്ട് പോയായിരുന്നു കേട്ടോ. അപ്പൊ ചേച്ചി ഇന്നും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് മുത്തിന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളും മോനുകുട്ടനും ജാനിക്കുട്ടിക്കും ഉള്ള കുറച്ച് സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട് അടൂരാണ്. ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ചേച്ചി സിവിൽ എഞ്ചിനീയർ ആണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് പോലീസിലാണ്, റിട്ടയർമെന്റ് ആയിരിക്കുന്ന ആളാണ്. പിന്നെ ചേച്ചിയുടെ ഇളയ മോനുകുട്ടനും കുഞ്ഞിലത്തെ ആ ഫോട്ടോ, ചേച്ചിയുടെ ഇളയ മോന് ഇപ്പം ജോലിയായി, ആളുടെ ചെറിയ പ്രായത്തിലുള്ള ഫോട്ടോയും മോനുകുട്ടന്റെ മുഖവും ഒരുപോലെ ഇരിക്കും കേട്ടോ. അപ്പം ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്നെ കാണാൻ വേണ്ടി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അന്ന് വന്ന് നമുക്ക് കുറേ സമ്മാനങ്ങളൊക്കെ തന്നിട്ട് പോയി. ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിതിപ്പം മുത്തിന് കൊണ്ടുപോകാൻ കുറച്ച് സ്നാക്സും ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, കൂട്ടത്തിൽ മോനുകുട്ടനുള്ളത്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ ഈ സമ്മാനങ്ങളെല്ലാം എന്റെ പ്രിയങ്ങളെ കാണിക്കാം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു. പിന്നെ മുത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കിടിപിടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിടിച്ചു കേട്ടോ. വേറൊന്നും ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചില്ല. വേറെന്തോ മേടിക്കാനാ. അവിടെ ഞാൻ വരൂ. അപ്പൊ ഞാൻ പോയി ഒന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. എന്നിട്ട് നമുക്ക് ഈ സമ്മാനപ്പൊതികളൊക്കെ അയക്കാം, എന്റെ പ്രിയങ്ങളെ കാണിക്കാം. ഇന്ന് അടുക്കളയില് പണികളൊന്നും ഇല്ല, കാരണം ഞാൻ ചോറ് വെച്ചിട്ടാ പോയത്. പിന്നെ അമ്മ സാമ്പാർ തന്നു. ചക്കക്കുരു മെഴുക്ക് പുരട്ടി വെക്കാനുള്ളത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുത്താണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു മുട്ടയും കൂടെ വറുത്ത് വേണമെന്നുള്ളവർക്ക് ചോറുണ്ട്, അല്ലെങ്കിൽ ചപ്പാത്തി ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരാൾ എന്നോട് സെന്റിമെന്റ്സ് അടിച്ചൊരു സാധനം വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഞാനങ്ങ് പോയി കഴിഞ്ഞ് ഈ രുചിയുള്ള സാധനം ഒന്നും അവിടെ കിട്ടത്തില്ലത് കേട്ടോ. ബർഗറാണ്. അപ്പം ആ പറച്ചിൽ കേട്ടപ്പം എനിക്കൊരു സങ്കടം തോന്നി. അതുകൊണ്ട് ബർഗർ മേടിച്ചു കേട്ടോ. 3 ബർഗർ മേടിച്ചു. ഈയിടെയായിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ പറഞ്ഞു എന്നെ. അപ്പോ ഞാന് പിന്നെ ഇന്ന് മുത്തിന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുപോയി എല്ലാത്തിന്റെയും കോപ്പിയൊക്കെ എടുത്ത് മാർക്ക് ലിസ്റ്റിന്റെ എല്ലാം കോപ്പി എടുത്ത് അത് നമ്മുടെ സ്കൂളിൽ കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാല് ഒറിജിനൽ കോളേജിലേക്ക് മേടിച്ചു വെക്കുമല്ലോ. പിന്നെ അന്നേരം നമുക്ക് അപ്പം ഞാൻ പറഞ്ഞോളെ. അപ്പൊ സ്കൂൾ സർട്ടിഫിക്കറ്റ് +2 മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ കോളേജിൽ മേടിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അത് വേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് അവര് ബുധനാഴ്ച സ്കൂളിൽ പോകാനിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ കോപ്പിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടാ പോയത്. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര മഴക്കോളായിരുന്നു. ജാനിക്കുട്ടിക്കും കുഞ്ഞോനും ഒരു പനിയുടെ ഒരു ലക്ഷണമേ. ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ മേടിക്കാൻ വരുന്നിടം വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഓർത്തതൊക്കെ മേടിച്ചു വെച്ചു. അതുകൊണ്ട് നമ്മളിന്ന് ഈ മഴക്കോട് കാരണം ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ നനഞ്ഞ് നാശക്കോടാലിയായി പോകുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഥവാ നനഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ട് ഓടിപ്പാഞ്ഞിങ്ങി പോരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ജാനിക്കുട്ടിയുടെ അടുത്ത് കയറാഞ്ഞത്. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഭയങ്കര ഉഷ്ണം. അതിൻ്റെ കൂടാണ് കൈക്ക് ഭയങ്കര വേദന. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര അണപ്പുണ്ടായിരുന്നു. അപ്പം മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ കുറേ നാള് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഹാർട്ടിന്റെ പ്രശ്നം വന്നപ്പോ എന്തുവാടാ നീ ഫോട്ടോ എടുക്കാൻ നിൽക്കുവാന്ന്. അപ്പം നേരത്തെ ഹാർട്ടിന്റെ പ്രശ്നം വന്ന് കുറേ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ അണപ്പും നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. അതിനൊക്കെ മെഡിസിൻ കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ കുറേ ദിവസമായിട്ട് ശാന്തമായിട്ടിരിക്കുമായിരുന്നു. അപ്പൊ പിന്നെ നമ്മുടെ മനസ്സിൽ ഓരോ ആദികൾ കയറുന്നതിന്റെ ആയിരിക്കും. അപ്പൊ അതിനെയും കഴിക്കാൻ തുടങ്ങണം.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ വരും. എന്നിട്ട് നമുക്ക് സമ്മാന പൊതികളൊക്കെ അഴിച്ചു നോക്കാം. കുളിയും ജപവും എന്താ നമ്മുടെ ഇപ്പൊ മേടിച്ചത് ബർഗർ കഴിപ്പും ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് സമ്മാനപ്പൊതി അഴിച്ചാലോ? ഇനി നമുക്ക് സമ്മാനപ്പൊതികളൊക്കെ അഴിക്കാം. ഇത് ഞാൻ പറഞ്ഞില്ല, അടൂരിന്ന് വന്ന ചേച്ചി സ്കൂള് തുറക്കുന്നതിന് മുമ്പേ എന്നോട് ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു, ജാനിക്കുട്ടിയുടെയും കുഞ്ഞോന്റെ. എന്നിട്ട് അവരുടെ 2 പേരുടെയും പേരിൽ നെയിം സ്ലിപ്പ് ഇതുപോലെ ആക്കി തന്നതാട്ടോ. പക്ഷെ ഇത് അവരയച്ചു തരും എന്ന് പറഞ്ഞ് എന്നോട് ഷോപ്പിലെ അഡ്രസ്സൊക്കെ മേടിച്ചു. പക്ഷെ അവരയച്ചു തന്നില്ല. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പം ചേച്ചി അത് എന്നും എന്നെ വിളിച്ച് ചോദിക്കും കിട്ടിയോ. പക്ഷെ കിട്ടിയില്ലായിരുന്നു. ഇപ്പൊ പിന്നെ ചേച്ചി തന്നെ അവിടെ പോയി അത് വാങ്ങി കയ്യിൽ വെച്ചിരുന്നിട്ട് ഇന്ന് വന്നപ്പോ എനിക്ക് കൊണ്ടു തന്നതാട്ടോ. ഇത് ജാനിക്കുട്ടിയുടെ കേട്ടോ, ജാനിക്കുട്ടിയുടെ പേരിലുള്ള നെയിം സ്ലിപ്പ്. പിന്നെ മോനിക്കുട്ടന്റെ ഇത്രയും നെയിം സ്ലിപ്പ് ഉണ്ട്. ഇത് ജാനിക്കുട്ടിയോട് ഞാൻ പറഞ്ഞപ്പോ തൊട്ട് ജാനിക്കുട്ടി ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ. കിട്ടാഞ്ഞപ്പോ അവർക്ക് ചെറിയ സങ്കടമൊക്കെ വന്നായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അത് എന്തോ മിസ്റ്റേക്ക് പറ്റിയത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഇനി ഇത് കാണുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ ഇന്നത് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇന്നത്തെ നമ്മുടെ ഈ മഴക്കോള് കാരണം ഒന്നും നടന്നില്ല കേട്ടോ. അപ്പൊ നാളെ നമുക്കിത് ജാനിക്കുട്ടിയുടെ ഏൽപ്പിക്കാം. ഇത്രയും സാധനമാണ് മോനിക്കുട്ടൻ മുത്തുമണിക്ക് കൊണ്ടുപോകാൻ മേടിച്ചത് കേട്ടോ. കുളിക്കാനും നനയ്ക്കാനും ഒക്കെ തീരുമാനിച്ച ലക്ഷണമുണ്ട്. സ്ക്രബ്ബർ വാങ്ങിച്ചു. പിന്നെ ഇത് ഗരം മസാല പൊടിച്ചു കൊടുത്തു വിടാൻ വേണ്ടിയാ കേട്ടോ, അത് വാങ്ങിച്ചു. പിന്നെ ഒരു ലിക്വിഡ് സോപ്പ് ബോഡി വാഷ് വാങ്ങിച്ചു. ഷേവിംഗ് ക്രീം, ക്ലോസപ്പിന്റെ പേസ്റ്റ്, പൗഡർ. ഇത് എനിക്ക് കഴിക്കാൻ മേടിച്ചേട്ടാ മലബാർ സിന്ദൂർ. ഈ സാധനം ഭയങ്കര ഇഷ്ടമായിരിക്കും. മലബാർ സിന്ദൂർ ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ച മറന്നുപോയി. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലെ കേട്ടോ, നമ്മുടെ സ്വന്തം ഹാപ്പി മാർട്ടിലെ സാധനങ്ങളാണ്. പിന്നെ നെയിൽ ഇവിടെ ഇരുന്ന് എല്ലാം അവിടെ എവിടെയൊക്കെ ഇട്ട് തുരുമ്പിച്ചൊക്കെ പോയി. പിന്നെ ഇതുകൊണ്ട് പോലത്തെ ഒരു അത്ര പോലൊരു സാധനം, ഒരു കംഫർട്ടിന്റെ ലിക്വിഡ്. ഇതൊക്കെ ഓർത്തപ്പോ അങ്ങ് മേടിച്ചതാ കേട്ടോ. പിന്നെ മുടി ഷാമ്പു, ഒരു ഹെയർ സെറം, പിന്നെ ബഡ്സ്. പിന്നെ ഇത് എനിക്കാട്ടോ, ഈ സ്ക്രബ്ബർ എനിക്കാണ്. പിന്നെ ഒരു ഫേസ് വാഷ്. ഇത്രയും സാധനം മുത്തിന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മൾ ഓർത്തപ്പം അത്രയും സാധനങ്ങൾ മേടിച്ചതാ കേട്ടോ. ഇനിയിപ്പോ ബാക്കി എന്താ ബക്കറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഒക്കെ നമ്മൾ മേടിച്ചു. ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യുകയൊക്കെ വേണം. അതൊക്കെ മുത്തിന്റെ ജോലി തന്നെയാണ്. മുത്ത് പകലൊക്കെ ഇരിക്കുവാണ്. അതൊക്കെ നമ്മുടെ ലക്ഷ്മി ചേച്ചി അയച്ചുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്റെ പ്രിയങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി അയച്ച സമ്മാനങ്ങളൊക്കെ കാണിച്ചപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, ചേച്ചി ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥനകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല മനസ്സുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ ആരോഗ്യത്തിന് എന്താണ് ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഈശ്വരാനുഗ്രഹവും ചേച്ചിയോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ഒരുപാട് പേര് പ്രാർത്ഥനകൾ അറിയിച്ചു കേട്ടോ. എല്ലാവരോടും സ്നേഹം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കിറ്റിനകത്ത് കൊണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ മുറുക്ക് കേട്ടോ, അരി മുറുക്ക്. സാധനം ഇതെന്തോന്ന് എനിക്ക് മനസ്സിലായാലും ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം. ഞാൻ ചേച്ചിയോട് ചോദിക്കണം. എണ്ണയിൽ വറുത്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ വല്ലത് പോലെ അല്ല, എണ്ണക്കകത്ത് വറക്കണോ? ഇതെന്തുവാ സാധനം എന്നുള്ളത് ഞാൻ ചേച്ചിയോട് ചോദിക്കട്ടെ. എനിക്കിത് കണ്ടിട്ട് നമ്മുടെ പപ്പടം കാച്ചുന്ന പോലെ എണ്ണക്കകത്ത് വറക്കേണ്ടിയ സാധനം. മുറുക്കുണ്ട്. മറ്റേ പുളിയാ ശ്രദ്ധിച്ചോ, പുളിയില്ലേ അതല്ലേ ആണ്. നമുക്ക് ശ്രദ്ധിച്ചോ, പുളിയുടെ ആണത്തെ 4 സാധനം പുളിയാണ് അല്ലേ? ആണോ പുളി? എന്തുവാന്ന് എനിക്കറിയത്തില്ല. ചേച്ചിയോട് ചോദിക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത് ചേച്ചി പറഞ്ഞ സാധനം എന്തുവാന്നറിയോ? ഇത് ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു ചമ്മന്തിപ്പൊടി, നാരകത്തിന്റെ ഇലയിട്ട് ഒരു സൈസ് ചമ്മന്തിപ്പൊടി ഉണ്ടെന്ന്. അത് ചിലപ്പോ ഇങ്ങനെ ബോള് പോലെ ആക്കിയതായിരിക്കും. അപ്പൊ ഇതേലും ഓരോ നിരക്കും ചോറുണ്ണാൻ എടുക്കാൻ
കേട്ടോ. തൈര് കൂട്ടി ചോറിന ഭയങ്കര ബെസ്റ്റാന്ന് ചേച്ചി പറഞ്ഞത്. അപ്പൊ ഇതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് അതായിരിക്കാനാണ് സാധ്യത കേട്ടോ. നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. പിന്നെ കണ്ണിമാങ്ങ അച്ചാറ്, ലോട്ടോ പൈ. ഞാനിത് ലോട്ടോ പി എന്ന് വായിച്ചപ്പം കുറെ പേര് മിസ്റ്റേക്ക് തിരുത്തി തന്ന് ലോട്ടോ പൈ ആണ്. പൈ എന്ന് തന്നെ പറയണം. ചോക്കോ പൈ, സോറി, ലോട്ടോ ചോക്കോ പൈ. ലോട്ടോ ചോക്കോ പൈ, ലോട്ടെ ചോക്കോ പൈ. ചോക്കോ പൈ. പൈ എന്ന് പറഞ്ഞാണ് തെറ്റിയത്. പി എന്ന് പറഞ്ഞു. സോറി സോറി സോറി. പൈ കേട്ടോ. അപ്പോ നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ സമ്മാനങ്ങൾ ഇത്രയൊക്കെയാണ്. ഇതെല്ലാം മുത്തിന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് തന്നു വിട്ടതാണ്. എന്നാലും ഞാൻ ഇതിനകത്ത് മിക്സിലടിച്ച് മാറ്റും കേട്ടോ. എടുത്തു നോക്കാം. ഇനി നമുക്ക് പ്രസന്ന ചേച്ചി കൊണ്ടുവന്ന എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഇത് എനിക്ക് കൊണ്ടുവന്നതാണ് പ്രത്യേകം കേട്ടോ. യോയിലെ കോടാലി തൈലം. മൊത്തത്തിൽ വേദനയാണല്ലോ, അതിന് ചേച്ചി മുൻകൂട്ടി അറിഞ്ഞു കൊണ്ടുവന്നത്. നല്ലതാ, ചേച്ചി കഴിച്ചാ മതി. പിന്നെ അവിടെ വന്നു കഴിഞ്ഞ് ചേച്ചി ഇത് രണ്ടിതേലെ ലോലിപോപ്പ് പോലെ, ഇതിന്റെ പേരെന്ത്, റെയിൻബോ കേട്ടോ. ഇത് 3 മേടിച്ചത്. കൊച്ചോളുണ്ടായിരുന്നു. കൊച്ചോക്ക് ഞാന് 2 കൊടുത്തു വിട്ടു, കൊച്ചോക്കും ചിപ്പിക്കും വേണ്ടിട്ട് കേട്ടോ. ഇനി ഇത് ഇവർക്ക് 2 പേർക്കും ജാനിക്കുട്ടിക്കും ഉള്ളതാണ്. ഇതെന്തുവാന്ന് നോക്കട്ടെ. ഇത് ജാനിക്കുട്ടിക്കും മോനുകുട്ടനും കൂടി ഉള്ളതാണ് കേട്ടോ. ഇതാദ്യം പറയല്ലേ. ഇത് മുത്തിന് കൊണ്ടുവന്ന ചേച്ചി കേട്ടോ. പാർക്കറിന്റെ പേന. ഇത് മുത്തിന് തന്നെ കൊടുക്കണം, സ്പെഷ്യലാണ് കൊടുത്തിരിക്കുന്ന ചേച്ചിയെ. പിന്നെ കാൽക്കുലേറ്റർ, ഇതും മുത്തിനുള്ളതാണ്. മുത്തിനുള്ള കാൽക്കുലേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി മോനുകുട്ടനും ഞാനിക്കുട്ടിക്കും എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ കണ്ടോ, ക്രയോൺസ് ഉണ്ട്, കളർ പെൻസിൽസ് ഉണ്ട്. 2 പേർക്കും ഓരോ പാക്കറ്റ് വീതം കൊടുക്കാനുള്ളതുണ്ട് കേട്ടോ. കളർ പെൻസിൽസ് ഉണ്ട്, സ്കെച്ച്, അതിനകത്ത് നമ്മുടെ ആൽഫബറ്റ് സ്കെയിലുണ്ട്. ഒന്ന് മോനിക്കുട്ടനും ഒന്ന് ഞാനിക്കുട്ടനും, 2 പേർക്കും കൂടിയാണ് കേട്ടോ. ആന്റിക്ക് താങ്ക്സ് പറ. ലക്ഷ്മി ആന്റിക്ക് താങ്ക്സ് പറഞ്ഞു. 2 പേരും ചക്കരമ്മ പറ. മുത്ത് പ്രത്യേകം പറയണം. മുത്തിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ചേച്ചി അത്രയും പാടുപെട്ടതൊക്കെ അയച്ചു തന്നേക്കുന്നത് കേട്ടോ. ഒത്തിരി സ്നേഹമുണ്ടെന്ന് പറ. മുത്തിന്റെ നമ്പറൊക്കെ ലക്ഷ്മി ചേച്ചി മേടിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹം. ഉമ്മ ഉമ്മ ഉമ്മ. കഴിഞ്ഞ ദിവസം വീഡിയോ കോൾ ചെയ്തായിരുന്നു. ഞങ്ങൾ സംസാരിച്ചു കേട്ടോ. ഇതെന്തൊക്കെയാന്ന് നോക്കാം. ഇതൊക്കെ മുത്തിന് കൊടുത്തു വിടാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ. എന്തോ മുത്ത് ഇതെല്ലാം കൂടെ ഒന്നും കഴിക്കുമെന്ന് തോന്നുന്നില്ല. ടൊമാറ്റോ മുറുക്ക്, ടൊമാറ്റോ മുറുക്ക് വേണേ ബസലൊക്കെ ഇത് കഴിക്കാം. ചിപ്സ് കേട്ടോ. ഇതെന്തുവാന്ന് നോക്കട്ടെ. ABCD ബിസ്ക്കറ്റ്, പിന്നെ ABCD ബിസ്ക്കറ്റ്, കുഞ്ഞച്ചപ്പം, വലിയച്ചപ്പം. അപ്പൊ സ്നാക്സ് ഒക്കെ ആയി. ഇനിയിപ്പൊ ഞാൻ സ്നാക്സ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇത്രയൊക്കെ പോരാ. ഇതിനെല്ലാം കൂടെ വലിച്ചു വാരി വാങ്ങിക്കുന്നത് അല്ലേ. ബസ്സിനാണ് നമ്മൾ പോകുന്നത്. ബസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോ അപ്പുവിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പു എന്റെ ഈ വീഡിയോക്കകത്ത് എല്ലാ ഡയലോഗും കാണാതെ പഠിച്ചു വെച്ചിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ മുട്ടും കൂടി ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു,
പോകുമ്പോഴത്തേക്ക് സ്നാക്സ് ഒക്കെ വണ്ടിയിൽ ഇരുന്നൊക്കെ കഴിക്കാൻ വേണ്ടി സ്നാക്സ് ഒക്കെ റെഡിയാണ്. നിങ്ങൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും സ്നാക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ വേണമെന്നില്ല, ഇത്രയൊക്കെ പോരെ. അപ്പൊ ഇത്രയും സമ്മാനങ്ങളുമായിട്ട് എന്നെയും എന്റെ മക്കളെയും ഓർത്ത എന്റെ ചക്കര മുത്തുമണി ചേച്ചിമാർക്ക് രണ്ടുപേർക്കും ഒരു മസിൽമാൻ. അപ്പൊ ലക്ഷ്മി ചേച്ചിക്കും എന്റെ പ്രസന്ന ചേച്ചിക്കും, ചേച്ചിക്ക് എന്താണ് ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ചേച്ചി എന്റെ ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, ഞാനവിടെ ഉണ്ട്, ഞാൻ വന്നിട്ടേ പോകാവുള്ളേന്ന് കേട്ടോ. അപ്പൊ ഞാനവിടെ നോക്കിയിരിക്കുവായിരുന്നു ചേച്ചി എപ്പോ വരുമെന്ന് ഓർത്ത് കേട്ടോ. ചേച്ചി വന്നപ്പോ പക്ഷെ അവിടെ അങ്ങ് ഷോപ്പിൽ അങ്ങ് തിരക്കായിപ്പോയി. എന്നാലും ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. ചേച്ചിയുടെ കൂടെ അപ്പുറത്ത് പോയി ചായയൊക്കെ കുടിച്ചു. ചേച്ചി ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്നു. ഇത്രയും സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാ പോയത് കേട്ടോ. അപ്പൊ എല്ലാരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. അപ്പം സ്നേഹിക്കുന്ന, കരുതുന്ന, ഓർക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. എന്താ പറയുന്നത്, എങ്ങനെയാ അത് പറഞ്ഞ് തീർക്കണ്ടേന്നൊന്നും എനിക്കറിയാം. പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. അത്രയും സ്നേഹം നിങ്ങള് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്റെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് ലക്ഷ്മി ചേച്ചി. ചേച്ചിക്ക് അത്രയും രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് കേട്ടോ. അപ്പൊ ഈ സ്നേഹിക്കുന്ന, ഈ കരുതുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും എന്റെ മനസ്സിൽ പ്രാർത്ഥനയുണ്ട്. എന്റെ പ്രിയങ്ങളും ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാരോടും സ്നേഹം, എല്ലാരോടും സ്നേഹം കേട്ടോ. ലക്ഷ്മി ആന്റിക്ക് ഒരു ചക്കരയുമ്മയും കൂടെ കൊടുത്തേ. പ്രസന്ന ആന്റിക്ക് ഒരു മോഡ് ചക്കരയുമ്മ. ആന്റി നിറയെ ക്രയോൺസും കളർ പെൻസിലും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് മോനിക്കുട്ടനും ജാനിക്കുട്ടിക്ക്. ജാനിക്കുട്ടിക്ക് നാളെ കൊടുത്തിട്ട് ജാനിക്കുട്ടി താങ്ക്സ് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാന് ഈ സാധനങ്ങളെല്ലാം ഈ 8 മണിക്കോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ സന്തോഷങ്ങൾ ദൈവം നമ്മളിലേക്ക് ചേർത്ത് വെച്ചതിന് ദൈവത്തോട് വീണ്ടും നന്ദി പറയുന്നു. ഒന്നും നമ്മുടെ വലിയ കഴിവൊന്നുമല്ല, ഒന്നും നമ്മുടെ കഴിവല്ല, ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളായിട്ട് കണക്ക് കൂട്ടുന്നു. ഈശ്വരനോട് നന്ദി പറയുന്നു കേട്ടോ. ഞാനും എന്റെ മക്കളും എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിന്. അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നത്, ഷെയർ ചെയ്യുന്നത് എന്റെ എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് എന്റെ പ്രിയങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ സ്നേഹവും കരുതലും കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇനി എന്താണ് വിശേഷം? ഒന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് അത്താഴം വല്ലതും കഴിക്കുക. ഇതെല്ലാം എടുത്തു വെച്ചിട്ട് അത്താഴത്തിനുള്ള പരിപാടികളൊക്കെ നോക്കാം. എനിക്ക് ഇച്ചിരി ചോറ് വേണം. നിങ്ങൾക്ക് ചപ്പാത്തി ഇരിപ്പുണ്ട്, സാമ്പാറുണ്ട്. അമ്മമ്മ സാമ്പാർ തന്നെ. അപ്പം നമുക്ക് അതൊക്കെ കഴിക്കാം ഇന്ന്. വേറെ പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇന്നലെ രാത്രി നമുക്ക് കുക്കർ ബിരിയാണി ആയിരുന്നല്ലോ. കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. മോനിക്കുട്ടൻ അതെടുത്ത് കഴിച്ചു. മുത്തിന് വിശപ്പില്ല, ബർഗർ കഴിച്ചത് കൊണ്ടായിരിക്കും വിശപ്പില്ല കേട്ടോ. ഞാന് ചോറുണ്ടാ. എന്നിട്ട് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. നമ്മുടെ ലക്ഷ്മി ചേച്ചി അയച്ചിരിക്കുന്ന, നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന് കേട്ടോ. കഴിച്ചിട്ടില്ലാത്ത സാധനമാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പാക്കറ്റ് ഞാൻ എടുത്തേ, ബാക്കി മുത്തിന് കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. രുചി എന്താന്ന് ഞാനും അറിയണ്ടേ. അപ്പൊ ഒരു മണമൊക്കെ ഉണ്ട്, നോക്കാം. ഇച്ചിരി ചോറുണ്ണ, ഇച്ചിരി ചോറും സാമ്പാർ ഒഴിച്ചു. അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറാണ്. പിന്നെ ഇച്ചിരി ചക്കക്കുരു ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഇച്ചിരി എടുത്ത്, അത് എണ്ണയിൽ മൂപ്പിച്ചില്ല, വേവിച്ച് തന്ന പരുവത്തിന് ചുമ്മാ ഇച്ചിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ചേച്ചി ഇത്തവണ തന്നുവിട്ട വെറൈറ്റി ചമ്മന്തി. ഇതെന്തുവാന്ന് നോക്കട്ടെ. ഞാനൊരു കുറച്ച് ഇങ്ങനെ ഒരു ചെറിയ പീസ് കഴിച്ചു നോക്കട്ടെ കേട്ടോ. കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട്. അപ്പൊ ഇത്
നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ എടുക്കാം. ഇന്നത്തെ നമ്മുടെ കുഞ്ഞത്താഴമാണ്. പതിവ് പോലെ പ്രാർത്ഥനയോടെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കങ്ങ് നിർത്താം. നമുക്കിനി നാളെ കാണാം. ടാറ്റ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.